ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ, ദൈവമേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ലോകത്തിലുള്ള സകല മനുഷ്യരെയും സാത്താനിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് ആഗതനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മനുഷ്യരെയും ഈ ലോകത്തിന്റെ അധികാരിയായ പിശാച് അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അന്നും അതെ, ഇന്നും അതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സാത്താന്റെ സകല പ്രവൃത്തികളെ നശിപ്പിക്കേണ്ടതിനാണ് നമ്മുടെ കർത്താവായ ഈശോ ഈ ഭൂമിയിലേക്ക് ആഗതനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാത്താൻ എന്താണ് ഈ ഭൂമിയിൽ ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? ഈ രണ്ട് ഉദ്ദേശങ്ങളും ഈ ഭൂമിയിലെ ദൈവമക്കളായ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ, ബ്രദർ ഒന്ന് വായിക്കാവോ? എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് അതിന്റെ 10 മുതലുള്ള തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് സാത്താന്റെ പ്രവൃത്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വേണം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളൊക്കെ എന്തോ പൂർണ്ണതയിലാണ്, ദൈവത്തിലാണെന്നുള്ള ആ ഒരു ഉറപ്പിലൊക്കെ നമ്മൾ പോകും. പക്ഷെ നമ്മൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനവിരുന്നിലൂടെ ഈ കാര്യം ഇതിന്റെ ആമുഖമായി നമ്മളോട് അറിയിക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചേ ബ്രദറെ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവേൻ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പ്രിയമുള്ളവരെ, എഫെസോസിലുള്ള വിശുദ്ധരോട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അവസാനമായി നിങ്ങൾ ദൈവശക്തി ഉള്ളവരാകണം. ദൈവശക്തി ഇല്ലെങ്കിൽ സാത്താന് ശക്തിയുണ്ട്, ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന് ശക്തിയുണ്ട്. അവന്റെ ശക്തിയിൽ നമ്മൾ വശീകരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ ശക്തിയുള്ളവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയുടെ പേരാണ് ഏൽ റോയ, ഏൽ റൂഹ. ഏൽ റോയ അല്ല, ഏൽ റൂഹ. ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി പ്രാപിക്കും. ഒരു ദിവസം വന്നാൽ പോരാ, 2 ദിവസം വന്നാൽ പോരാ, മരണത്തോളം എല്ലാ ദിനങ്ങളിലും ഈ ആത്മശക്തിയുടെ പ്രവാഹം നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഈ ശക്തിയുടെ ബലം, ശക്തിയുടെ പൂർണ്ണത നമ്മളിൽ ഇല്ലെങ്കിൽ സാത്താനായ ശത്രു നമ്മളെ അടിച്ച് പരത്തി നിലം പറ്റ ആക്കി വെക്കും. നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളെ, ചോർത്തിക്കളെ. ഹല്ലേലൂയ. വായിച്ചേ ബ്രദറെ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ സാത്താന്റെ ഒരു പ്രവണതയാണ്, അവൻ തന്ത്രങ്ങൾ മെനയും.
ദൈവത്തിന്റെ എല്ലാ അവന്റെ ആയുധങ്ങളും തന്ത്രങ്ങൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലൂടെ അല്ലാതെ നമുക്ക് അറിയാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒരു സംഭവം വരുന്നു, ഈ സംഭവം സാത്താൻ ഒരുക്കിയ കെണിയാണോ എന്ന് നമുക്ക് ആത്മാവിൽ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നയിക്കപ്പെടണം. അതുകൊണ്ടാണ് റോമ 8:14 പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ സാത്താന്റെ കെണികൾ, സാത്താന്റെ തന്ത്രങ്ങൾ, സാത്താന്റെ ഫോൺ കോളുകൾ, സാത്താന്റെ ബന്ധങ്ങൾ, സാത്താന്റെ സാധ്യതകൾ, സാത്താന്റെ ഇടങ്ങൾ, സാത്താന്റെ വസ്തുക്കൾ, സാത്താന്റെ സാധ്യതകളെല്ലാം അപ്പപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് പഠിപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ ഒരിക്കൽ അപ്പോസ്തലന്മാരോട് പറയാണ്, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എന്നാൽ അവൻ എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. ഈ ലോകത്തിന് ഒരു അധികാരിയുണ്ട്. നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്, ഇടകലരാത്ത ജനമാണ്. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളെ ഈശോയുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേർപെട്ട് ജീവിച്ചോണം. എല്ലാവരും ജീവിക്കുന്ന പോലെ, എല്ലാവരും ചെയ്യുന്നത് പോലെ, എല്ലാവരും ഉപയോഗിക്കുന്നത് പോലെ, എല്ലാവരും സ്വീകരിക്കുന്നത് പോലെ, എല്ലാവരും സ്വന്തമാക്കുന്നത് പോലെ നമുക്കരുത്. നമുക്കത് പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ ഈ ലോകത്തിന്റെ അധികാരി നമ്മളെ അവന്റെ അടിമയാക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 തിരുവചനത്തിൽ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് 2ാമത് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം അതിശക്തിയോട് പ്രതിപാദിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം. ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യസ് 4-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളിന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ശക്തിയോടെ സ്തുതിച്ചേ ഹല്ലേലൂയ. 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 വായിച്ചേ ബ്രദറെ, വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം ഈ രക്ഷയുടെ പ്രഖ്യാപനങ്ങൾ, ഞങ്ങളുടെ ഈ നിഗൂഢമായിരിക്കുന്നെങ്കിൽ, സുവിശേഷം, ഞങ്ങളുടെ ഈ നല്ല പ്രബോധനം, ഞങ്ങളുടെ ഈ സ്വർഗീയ വെളിപ്പെടുത്തലുകൾ നിഗൂഢമായിരിക്കുന്നെങ്കിൽ, ഇത് ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ, അത് അവർക്ക് നിഗൂഢമായി തോന്നുകയാണെങ്കിൽ, അത് നാശത്തിലേക്ക് പോകുന്നു. അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ ചില സ്വർഗീയ കാര്യങ്ങളാണ് നിങ്ങളുമായി പറയുന്നത്, പങ്കുവെക്കുന്നത്, അറിയിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയെ, ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയെ, ഇതിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയെ, ഇതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയെ, ഈ സംഭവം നാശത്തിലേക്ക് പോകുന്നവരായതിന്റെ തെളിവാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തതും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ നാശത്തിന്റെ വക്കിലേക്കാണെന്നുള്ളതിന്റെ തെളിവാണ്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാതെ പോകുന്ന കാര്യം. ഹല്ലേലൂയ. നിങ്ങൾ ഈ സ്വർഗീയ കാര്യങ്ങൾ ലോകപരമായ കാര്യങ്ങളുമായി കൂട്ടിയിണക്കി, അല്ലെങ്കിൽ അതുമായി കമ്പയർ ചെയ്ത്, അങ്ങനെയൊന്നും ഇല്ലടവേ, താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ് സാത്താന്റെ ഉപായത്താൽ കുടുങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സാത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. ഈശോയ്ക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഈശോ ദൈവമായിരുന്നിട്ടും ആ യേശുവിന്റെ അടുക്കിലേക്ക് സാത്താൻ ചെന്നിട്ട്, ഇങ്ങനെയാണ് വചനം, അവന് വിശന്നു എന്ന് കണ്ടപ്പോൾ സാത്താൻ അവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദേ ഈ കല്ലുകളോട് നീ അപ്പമാകാൻ പറയാൻ. എന്നെ പ്രിയമുള്ളവരെ, യേശുവിനെ സാത്താൻ ഉപായത്താൽ കുടുക്കുവാൻ ശ്രമിച്ചെങ്കിൽ നീ ഞാനും ഇപ്പോൾ എവിടെയാണ്, ഏത് കുടുക്കിലാണ്, ഏത് അവസ്ഥയിലാണ്, ഏത് പ്രലോഭനത്തിലാണ്, ഏത് ബന്ധനത്തിലാണ്, ഏത് രോഗത്തിലാണ്, ഏത് പാപത്തിലാണ്, ഏത് ബലഹീനതയിലാണെന്ന് നിനക്ക് അറിയാൻ പറ്റാതെ വണ്ണം നിന്റെ കണ്ണുകളെ അവൻ
മൂടിക്കളഞ്ഞിരിക്കുക. ഈശോയെ, വായിച്ച് ഒരിക്കൽ കൂടി ഈ ലോകത്തിന്റെ ദേവൻ, ഒരിക്കൽ കൂടി ആദ്യം മുതൽ വായിച്ച്. ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായി തോന്നിയാൽ അത് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ശൈലിയുടെ കുഴപ്പം കൊണ്ടോ ഞങ്ങൾ പഠിപ്പിച്ച കാര്യത്തിലെ അതിന്റെ സംഭവം കൊണ്ടൊന്നും അല്ല. അത് നാശത്തിലേക്ക് പോകുന്നവരായതുകൊണ്ട് അവർക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വായിച്ചേ, ഈ ലോകത്തിന്റെ ദേവൻ, ഈ ലോകത്തിന്റെ പ്രധാനമന്ത്രി അല്ല, ഈ ലോകത്തിന്റെ പ്രസിഡന്റ് അല്ല, ഈ ലോകത്തിന്റെ മുഖ്യമന്ത്രി അല്ല, ഈ ലോകത്തിന്റെ MP അല്ല. ഈ ലോകത്തിനൊരു അധികാരിയുണ്ട്. ആ അധികാരിയാണ് നമ്മൾ ശത്രുവായി കാണുന്ന പിശാച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ ആരോട് ശത്രുതയില്ല. ക്രിസ്ത്യാനികൾക്ക് ഈ ഭൂമിയിൽ ആരോട് പിണക്കമില്ല, വിരോധമില്ല. സുവിശേഷത്തിൽ ആരെ എതിർത്താലും നമുക്ക് വിരോധമില്ല. കാര്യം നമുക്കറിയാം, ആ വ്യക്തിയിൽ അശുദ്ധാത്മാവ് സ്വാധീനിച്ചാണ്, അശുദ്ധാത്മ പ്രവർത്തിച്ചാണ് ഈ സത്യസുവിശേഷത്തെ എതിർക്കുന്നതെന്ന് ദൈവമക്കളായി നമുക്കറിയാം. ഒരു ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദേവൻ, ഹലോ അവിശ്വാസികളായ, ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ലോകത്തിനൊരു ദേവനുണ്ട്. ദേവന്മാർ എല്ലാവരും പൂജിക്കപ്പെടുക സാധാരണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ ലോകത്തിലെ പല സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂജാ സ്ഥലങ്ങളെല്ലാം കാണുന്നത് ഈ ലോകത്തിന്റെ ദേവനെ അവരറിയാതെ ആരാധിക്കുകയാണ്, പൂജിക്കുകയാണ്. അങ്ങനെ അവൻ ഈ ലോകത്തിൽ ഒരു ദൈവതുല്യനായിരിക്കുകയാണ്. ദൈവമക്കളോ ഈ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിലൂടെ യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഈ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇതൊരു അനുഭവമായി തോന്നുന്നു? തോന്നുന്നില്ലെങ്കിൽ നിന്റെ യാത്ര അതോ ഗർത്തത്തിലേക്കാണ്, നാശത്തിലേക്കാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, തിരുവചന സാക്ഷ്യം പറയുന്ന. ഇന്ന് ഉച്ചയ്ക്ക് കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിന് ശക്തമായി പറയാണ്, എന്റെ ജനത്തെ വിടുവിക്കുക. ഞാൻ സ്വാതന്ത്ര്യം നൽകാനല്ലേ വന്നേ, അവര് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ ദേവൻ വായിച്ച് അവിശ്വാസികളായ അവരുടെ മനസ്സിനെ, ആരുടെ? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ. ഈ ലോകത്തിൽ 2 കൂട്ടം ആളുകളാണുള്ളത്. ഒന്ന് വിശ്വാസികൾ, 2 അവിശ്വാസികൾ. വിശ്വാസി ഒരു ഗണം, അവിശ്വാസി വേറൊരു ഗണം. വിശ്വാസിക്ക് അവിശ്വാസിയോടോ, അവിശ്വാസിക്ക് വിശ്വാസിയോടോ വിശ്വാസപരമായി യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഭൂമിയിൽ 2 കൂട്ടം ആളുകളെ ഉള്ളൂ. അവർ ചിലപ്പോ ക്രിസ്ത്യാനി ഉണ്ടാവാം, ചിലപ്പോ ക്രിസ്ത്യാനി അല്ലാത്തവരുണ്ടാകാം. ഒരു കൂട്ടം ആളുകൾ വിശ്വാസികൾ. അതിൽ ക്രിസ്ത്യാനി ഉണ്ടാകാം, അക്രൈസ്തവരുണ്ടാകാം, പല ജാതിയിൽപ്പെട്ടവരുണ്ടാകാം. അവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടാകാം. അവരൊക്കെ വിശ്വാസികളാണ്. വേറൊരു കൂട്ടം ആളുകൾ ഈ ദൈവത്തിൽ, സത്യദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടർ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാത്തവർ ക്രിസ്ത്യാനികൾ ഉണ്ടാകാം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാത്തവരിൽ ക്രിസ്ത്യാനി ഉണ്ടാകാം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാത്തവരിൽ ജാതികളുടെ കൂട്ടം ഉണ്ടാകാം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ 2 കൂട്ടം ആളുകളാണുള്ളത്. ഒന്ന് വിശ്വാസികൾ, 2 അവിശ്വാസികൾ. കയ്യിൽ കൊന്തയുള്ളത് കൊണ്ടോ പള്ളിയിലാണ് ഇരിക്കുന്നത് കൊണ്ടോ ഒരാൾ വിശ്വാസിയാകുന്നില്ല. അത് വിശ്വാസിയുടെ ലക്ഷണമല്ല. വിശ്വാസിയുടെ ലക്ഷണം പരിശുദ്ധാത്മാവിലുള്ള വിശുദ്ധ ജീവിതമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ന്യായവിധി ദിനത്തിങ്കൽ, എനിക്കതൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. യേശുവിന്റെ ന്യായവിധി ദിനത്തിങ്കൽ പള്ളിയിലെ ട്രസ്റ്റിനോട്, പള്ളി സെക്രട്ടറിയോടോ, ഇടവക വൈദികനോടോ ഈ ഇടവകയിലെ രജിസ്റ്റർ കൊണ്ടുപോവാ, ഇതിലെ പേര് നോക്കി വിളിച്ചെല്ലാവരും സ്വർഗത്തിൽ കേട്ടിട്ടെന്നൊരു വചനമില്ല.
വെളിപാട് പുസ്തകം 20-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നത് പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പുസ്തകവും തുറക്കപ്പെട്ടു. പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും പുറന്തള്ളപ്പെട്ടു. ആ പുസ്തകത്തിന്റെ പേരാണ് ജീവന്റെ പുസ്തകം. ആ പുസ്തകത്തിലെ പേരെഴുതി തയ്യാറാക്കുന്നത് സ്വർഗപിതാവാണ്. കാര്യം സ്വർഗപിതാവിന് തെറ്റുപറ്റില്ല. മനുഷ്യൻ പുറമെ നോക്കി ചിലത് സെലക്ട് ചെയ്ത് അവന്റെ വസ്ത്രം കണ്ടോ, അവന്റെ കുരിശ് കണ്ടോ, അവന്റെ വീട്ടില് മുമ്പിലിരിക്കുന്ന ഈശോയുടെ ഫോട്ടോ കണ്ടൊക്കെ അവനെ സ്വർഗത്തിലേക്ക് ഒരുപക്ഷെ മനുഷ്യന്റെ കയ്യിൽ ജീവപുസ്തകം കൊടുത്താൽ അവൻ അതിന് ഇങ്ങനെ റൈറ്റ് ശരിയിട്ട് കൊടുക്കും. എന്നാൽ ഈ പുസ്തകത്തിൽ കുഞ്ഞാടായി അറക്കപ്പെട്ട ക്രിസ്തു, ഈശോ ആകുന്ന കുഞ്ഞാട് പോലും ആ പുസ്തകത്തിൽ പേര് എഴുതുന്നില്ല. അത് ദൈവപിതാവ് എഴുതി ചേർക്കുന്ന ജീവന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും തീപ്പൊയ്കയിൽ തള്ളപ്പെടും. ഈ ഭൂമിയിലെ ചർച്ചിൽ, നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് ചർച്ച് രജിസ്റ്ററിൽ പേരുണ്ടാകാം, പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ ഈ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അതാണ് വെളിപാട് 22:9 മുതൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം. കവാടങ്ങളിലൂടെ കടക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വെളിപ്പിച്ചവർ ഭാഗ്യവാന്മാർ, അല്ലാത്തവരോ നിർഭാഗ്യവാന്മാർ. നായ്ക്കൾ, മന്ത്രവാദികൾ, വ്യഭിചാരികൾ, ക്ഷുദ്രപ്രിയക്കാർ അവരാരും സ്വർഗത്തിൽ കടക്കില്ല. എന്താണ് നായ്ക്കൾ, പട്ടികൾ സ്വർഗത്തിൽ കടക്കില്ലെന്ന് വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് 22. അതിന്റെ ഒരു മധ്യഭാഗത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, പട്ടികൾ, നായ്ക്കൾ സ്വർഗത്തിൽ കടക്കില്ലെന്ന്. ഈ കാണുന്ന നായ്ക്കളല്ല, തെരുവ് നായ്ക്കളെ കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ അതങ്ങനെ തന്നെ ചാർത്തിയിട്ടുണ്ട്. ചിലർ നായ്ക്കളെ പോലെ ഛർദ്ദിച്ചത് തിന്നും. എന്താണ് നായിന്റെ പ്രത്യേകത? നായി ഓക്കാനിച്ചത് തന്നെ തിന്നും. ചെയ്ത പാപം വീണ്ടും വീണ്ടും തിന്നുന്നവൻ, വീണ്ടും വീണ്ടും ചെയ്യുന്നവൻ, ഈ പാപം ആവർത്തിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് ഈശോ തിരുവചനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ആത്മാവിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോമസ് ഊട്ടി വരുമ്പോഴേ ഇടവക അച്ഛൻ 4 വർഷമായതുകൊണ്ട് അറിയാം, 3 വർഷമായതുകൊണ്ട് അറിയാം, തോമസ് ഊട്ടി ഇന്ന പാപം കുമ്പസാരത്തിൽ പറയാനാ വരുന്നേ. കാരണം അന്ന് മുതൽ തോമസ് ഊട്ടി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ പാപമൊന്നും തോമസ് ഊട്ടി ചെയ്യുന്നില്ല, മേരിക്കുട്ടിയും ചെയ്യുന്നില്ല, സാധാരണ ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ, അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാനോ, എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ആ സഹായകന്റെ സഹായം സ്വീകരിക്കാനോ ആ വ്യക്തി തയ്യാറായിട്ടില്ല ഇതുവരെ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വായിച്ചേ ബ്രദറെ, ഒരിക്കൽ കൂടി വായിച്ചേ. ഞങ്ങൾ പറയുന്ന സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായി തോന്നിയാൽ ബാക്കി വായിച്ചേ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ, ഞങ്ങൾ പറയുന്ന സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായി തോന്നിയാൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, പിന്നെയോ അവർക്ക് മാത്രമാണ്. അത് നാശത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്. അതാണ് കാരണം. അടുത്തത്, ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു, ഇരുട്ടാക്കി വെച്ചിരിക്കുക. അവര് കിടന്ന് തപ്പി തടയാണ്. ഏതാണ് എന്റെ വീട്ടിലേക്കുള്ള വഴി? അതും അവന്റെ വീട്ടിലേക്കാണ്, ഇതും ഇവന്റെ വീട്ടിലേക്കാണ്, അതും അവന്റെ വീട്ടിലേക്കാണ്. കാരണം എന്നാന്നറിയാവോ? കണ്ണു കാണത്തില്ല. ഈ അന്ധന്റെ പ്രത്യേകത, അവനിങ്ങനെ തപ്പി നോക്കിയിട്ട് പറയും, ഇത് എന്റെ വീട്ടിലേക്കുള്ളത് പോലെ തന്നെയാ. അപ്പൊ അവൻ സ്റ്റെപ്പ് വെക്കും. അപ്പൊ അവന് തോന്നും, ഇതല്ല, ഇപ്പറയാണ്. വീണ്ടും അവൻ ഇവിടെ തപ്പി നോക്കും, ഇത് എന്റെ വീട്ടിലേക്കുള്ളതാന്ന് തോന്നുന്നു, പക്ഷെ അതും അവന്റെ വീട്ടിലേക്കുള്ളതല്ല. ഇതുപോലെയാണ് മനുഷ്യനെ സാത്താൻ ബന്ധിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് വട്ടത്തിൽ കിടന്ന് തപ്പിക്കളിക്കുകയാണ്. ഇതും ശരിയാണ്, അതും ശരിയാണ്,
ഇതും ശരിയാണ്, വല്ലപ്പോഴും കുമ്പസാരിച്ചാൽ മതി. അങ്ങനെ അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണമെന്ന്. അങ്ങനെ കുമ്പസാരിക്കാൻ എൻ്റെ കയ്യിൽ പാപം വേണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാപം ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുമ്പസാരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന്റെ പേരാ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ് നായ്ക്കൾ. ഒരിക്കലെങ്കിലും ഒരു പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം പരിശുദ്ധാത്മാവിനാൽ നീ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അയ്യോ കഷ്ടം. ഓക്കെ, വായിച്ച്. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ആമേൻ. ഞങ്ങൾ അതുകൊണ്ട് രക്ഷാകരമായ രക്ഷ നൽകുന്ന യേശു ക്രിസ്തുവിന്റെ ഈ സത്യ സുവിശേഷം പലതുണ്ട്. അപ്പോസ്തലൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പല സുവിശേഷമുണ്ട്. ലോകത്തിൻ്റെതായ ഒരു അറ്റിഷുവിന് പോകുന്ന സുവിശേഷമുണ്ട്. അതാണ് 1 കൊരിന്ത്യസ് 15:19 പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചതെങ്കിൽ നിന്റെ കുഞ്ഞിന് 2 നില വീട് പണിയാനോ, ലണ്ടനിൽ പോവാനോ, ഡോക്ടറേറ്റ് എടുക്കാനോ, MBBS പാസ്സാവാനോ, MD എടുക്കാനോ, നിനക്കെന്തോ ബിരുദാനന്ദ ബിരുദെടുക്കാനോ, നീ ഇവിടെ കിടന്ന് വലിയ ധ്യാനഗുരു കളിക്കാനോ ഒക്കെയാണ് നീ പ്രാർത്ഥിച്ച് വലിയ സംഭവമായിട്ട് വന്നെങ്കിൽ നിന്റെ കാര്യം അയ്യോ കഷ്ടം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ഉപജീവനത്തിന് വയറ്റിപ്പഴപ്പിന് വേണ്ടി അവരുടെ ദൈവം ഉദരമാണ് അവരുടെ ദൈവം എന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഉദരമാണ് അവരുടെ ദൈവം. എനിക്ക് തോന്നുന്നു ഫിലിപ്പിയർ 3 എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയാണത്. 14 മുതൽ താഴോട്ട് അതിന്റെ അവിടെ ഇവിടെ ഉണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് പ്രിയമുള്ളവരെ, നിങ്ങൾ അബദ്ധം പറ്റരുത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നിന്റെ ഈ ഭൂമിയിലെ സുരക്ഷിതത്വത്തിനല്ല. നിനക്കൊരു നിത്യതയുണ്ട്. ആ ഒരു സത്യം ഞാനാകുന്ന വഴിയിലൂടെ വിരിയിലൂടെ നീ അക്കരെ കടക്കണം എന്ന നിർബന്ധം ഉള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞതാണ് യേശുക്രിസ്തുവിന്റെ രക്ഷാകര സുവിശേഷം. അതിൽ പരമായി മറ്റൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് 2 നില വീട് ആവശ്യമാണ്, കാർ ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, രോഗശാന്തി ആവശ്യമാണ്, ജീവിത ക്രമീകരണങ്ങൾ ആവശ്യമാണ്, കടബാധ്യത മാറുന്നത് ആവശ്യമാണ്, നമ്മുടെ വീട്ടിലെ വിഷയം അത് ദൈവസന്നിധിയിൽ ആവശ്യമുള്ള ഒരു വിഷയമാണ്. ഇതെല്ലാം ദൈവം അത്ഭുതകരമായി ചെയ്യുന്നത് കൊണ്ട് ഇതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രവണത പ്രവൃത്തി എന്ന് മാത്രം കരുതി തെറ്റിപ്പോകരുത്. അബദ്ധം പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14 തിരുവചനം വായിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആരെങ്കിലും ഉറങ്ങുന്ന കണ്ടാൽ നിങ്ങൾ വിളിക്കേണ്ടതില്ല, അവരുറങ്ങുന്നതാണ് നല്ലത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന്റെ വില മരിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്, സഹായിക്കാൻ അപ്പനും അമ്മയുണ്ട്, ചേട്ടനും ചേച്ചിയുണ്ട്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടി MLA ഉണ്ട്, നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നമ്മളെ സഹായിക്കാനുണ്ട്. പക്ഷെ നിന്റെ മരണത്തിന് ശേഷം അതൊരു സത്യമാണല്ലോ, സഹായിക്കാൻ നിനക്ക് ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. വായിച്ച ബ്രദർ, വായിച്ച്. ഫിലിപ്പി 4 വാക്യങ്ങൾ. 4:3-14. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന ശ്രദ്ധിച്ചു കേട്ടെ ബ്രദറെ, ശ്രദ്ധിച്ച് വായിച്ച്. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന വിളി ആകുന്ന സമ്മാനത്തിനു വേണ്ടി, ദൈവത്തിന്റെ സ്വർഗീയ വിളിക്ക് സമ്മാനം നേടാൻ വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഞാൻ ലക്ഷ്യം തെറ്റാതെ ഞാൻ കറക്റ്റ് വേയിലൂടെ മൂവ് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്,
എന്റെ ലക്ഷ്യം തെറ്റുന്നുണ്ടോ, എന്റെ ലക്ഷ്യം മാറുന്നുണ്ടോ, എന്റെ കാഴ്ചപ്പാട് മാറുന്നുണ്ടോ, ഞാൻ കറക്റ്റ് റൂട്ടിലൂടെയാണോ പോകുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ എല്ലാ ദിനവും സൂക്ഷ്മതയോടെ താൻ സഞ്ചരിക്കുക പതിവായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ച്. എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു. പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇന്ന് ഒരു RSSകാരനോ BJPക്കാരനോ വടക്കേ ഇന്ത്യയിൽ ഒരു പള്ളിയിൽ കടന്നു ചെന്നിട്ട്, 2 ദിവസം മുമ്പ് ഇന്നലെ അങ്ങോട്ട് നടന്ന സംഭവമാണ്, കടന്നു ചെന്നിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്തി യേശു പണ്ടങ്ങാണ്ടുള്ള ആരോ ആണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം ഇപ്പോൾ യൂട്യൂബിലൂടെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ പറഞ്ഞ വ്യക്തിക്ക് വാസ്തവത്തിൽ യേശുവിനെ അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ ആ വൈദികന്റെ കാലിന് ചുംബിച്ച് എന്നെയും രക്ഷിക്കണേ അച്ഛാ, അല്ലെങ്കിൽ വൈദികനെ, പുരോഹിതനെ എന്ന് പറഞ്ഞ് പിൻപറ്റുമായിരുന്നു. യേശുവിന്റെ ജീവിതകാലത്ത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു വലിയ മലയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈശോ കാൽവരി കുരിശിൽ കിടന്നിട്ട് പറഞ്ഞത്, കർത്താവേ, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഈ പാവങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണേ. വാസ്തവത്തിൽ ഞാൻ ലോകത്തിന്റെ രക്ഷകനാണ്. ദൈവത്തിന് മതമുണ്ടോ? അങ്ങനെ മതമുള്ള ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ഞാൻ ഈ ഭൂമിയിൽ ആകില്ല, സത്യമായിട്ടും ആകില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. അങ്ങനെ യേശുക്രിസ്തു ക്രിസ്ത്യാനി എന്നൊരു മതം ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ ഇതോടെ ഞാൻ ക്രിസ്ത്യാനി, ഈ മതത്തിൽ നിന്നും ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറും. സത്യമാണ്. എന്നാൽ ഞാൻ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിച്ചിട്ടുണ്ട്, പലാവർത്തി പരിശോധിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് പോലും ദൈവം ഒരു മതസ്ഥാപകനായിട്ടില്ല. ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാര് വിശ്വസിക്കുന്നു? ക്രിസ്ത്യാനി നീ വിശ്വസിച്ചാൽ, അക്രൈസ്തവ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിക്കാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് വിശ്വസിച്ച് സ്വീകരിച്ചാൽ നീ മതം മാറുകയല്ല, നിന്റെ മനസ്സിൽ ഒരു ദൈവം വന്ന് വസിക്കുകയാണ്. ആ ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഈ ഭൂമിയിൽ വിശുദ്ധമായി ജീവിപ്പിച്ച് മദ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും നിന്നെ പിന്മാറ്റിയിട്ട് ഒരു സ്വർഗരാജ്യത്തിലേക്ക് നിന്റെ മരണാനന്തരം കൂട്ടിക്കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റി. അല്ലാതെ ഈ കാണുന്ന പള്ളിയോ ഗോപുരമോ അതിന്റെ ഒരു ചെറു ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് ക്രിസ്തു മതത്തിന്റെ സിദ്ധാന്തമല്ല, രക്ഷയുടെ മാർഗമാണ്. ഇത് മതമാറ്റമല്ല, ഇത് പരിശുദ്ധാത്മാവിലുള്ള മനുഷ്യന്റെ വിശുദ്ധ ജീവിതത്തിന്റെ പ്രഖ്യാപനമാണ്, ആഹ്വാനമാണ്, വിളിയാണ്. ഇത് ആരേറ്റെടുക്കുന്നു അവൻ ഈ ഭൂമിയിലും വരുവാനുള്ളതിലും സ്വർഗീയമായി വിശുദ്ധ ജീവിതം നയിച്ച് അവൻ വിലയുള്ളവരായി തീർന്ന് സ്വർഗത്തിൽ അംഗമായി തീരും. ഇത് ക്രിസ്ത്യാനിയായ നിനക്കുമാകാം, അക്രൈസ്തവനായ നിനക്കുമാകാം, എനിക്കുമാകാം, ആർക്കുമാകാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പറയണം. നിങ്ങൾ ആരെയും സുവിശേഷവൽക്കരിക്കണ്ട, നിങ്ങൾ പോയി പറയുക. എന്നിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരായിത്തീരും. കേൾക്കുന്നെങ്കിൽ, അവർ വിശ്വസിക്കുന്നെങ്കിൽ രക്ഷ പ്രാപിക്കും. എന്ത് രക്ഷ? ഈ ഭൂമിയിലെ പള്ളിക്കകത്തോട്ട് വരുന്ന രക്ഷയല്ല, ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന നിത്യജീവന്റെ രക്ഷയാണ് യേശു നൽകുന്ന രക്ഷ. ഇതൊരു മതത്തിലേക്ക് ആളെ ചേർക്കുന്നതല്ല, ഇത് രക്ഷയിലേക്ക് വ്യക്തിപരമായി പോകാനുള്ളതാ. ഈ രക്ഷ വ്യക്തിപരമാണ്. ഇതൊരു വൈദികന് തരാൻ കഴിയില്ല, ഒരു മേലധികാരിക്ക് തരാൻ കഴിയില്ല, ഒരു മാർപ്പാപ്പയ്ക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല. എന്റെ രക്ഷ ഞാൻ തന്നെ തീരുമാനിച്ച് യേശുവിന്റെ വഴിയിലൂടെ സഭയോട് ചേർന്ന് നയിക്കപ്പെടണം. അപ്പോഴാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. 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 എന്റെ പ്രിയമുള്ളവരെ,
അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എന്താ പറഞ്ഞത് ബ്രദറെ വായിച്ച്? നാശമാണ് അവരുടെ അവസാനം. അല്ല, കുരിശിനെ കുറിച്ച് വായിച്ച് 18-ാം വാക്യം. എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നു. എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. അടുത്തത്, നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം. അടുത്തത്, ഉദരമാണ് അവരുടെ ദൈവം. ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ലജ്ജാകരമായതിൽ ഈ യേശുവിലല്ലാത്തവർ എല്ലാവരും അഭിമാനം കൊള്ളുന്നു. എന്താണ് ലജ്ജാകരമായത്? വ്യഭിചാരം. ദൈവമക്കൾക്ക് അത് ലജ്ജയാണ്. നുണ പറയുന്നു. ദൈവമക്കൾക്ക് അത് ലജ്ജയാണ്. ഒരാളുടെ സമ്പത്ത് പിടിച്ചു വെക്കുന്നത് ദൈവമക്കൾക്ക് ലജ്ജയാണ്. ക്രിസ്ത്യാനിയല്ല ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ടവർ, അവർക്ക് ഈ പാപം ലജ്ജയാണ്. അവർ വ്യഭിചരിക്കാൻ പോവില്ല, അവർ കള്ളസാക്ഷ്യം പറയാൻ പോവില്ല, അവരാരുടെയും മോഷ്ടിക്കില്ല, അവരാരും കൊല്ലില്ല. അങ്ങനെയുള്ളവരാരും കർത്താവിൻ്റെതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ പാപത്തിന്റെ പിന്നിലും പിശാചാണ് തന്ത്രം മെനയുന്നത്. വ്യഭിചാരത്തിന്റെ പിന്നിൽ വ്യഭിചാരത്തിന്റെ ഭൂതമുണ്ട്. അതാണ് ഹോസിയ 4:12. ബ്രദറെ വചനം ഒന്ന് വായിച്ച്. ഹോസിയ 4:12, ഹോസിയ 5:4 ഒന്ന് വായിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഈ ദുഷ്ട പിശാചാണ് നമ്മളെ ഇവിടെ വെച്ച് ബന്ധിച്ച് നിത്യനരകത്തിൽ കൊണ്ട് തള്ളിയിടുന്നത്. അതാണ് അവന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിൽ അവൻ സന്തോഷിക്കുമ്പോൾ സ്വർഗപിതാവ് വേദനിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 17 18 ഒരു വചനം പറയുന്നത്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവപിതാവ് ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. കാര്യന ഈ ലോകത്തിലുള്ളവരെയെല്ലാം പിശാച് കൊണ്ട് നിത്യനരകത്തിൽ തള്ളിയിടുക. നരകം മനുഷ്യനുള്ളതല്ല, നരകം പിശാചിന് വേണ്ടി ദൈവം നിർമ്മിച്ചതാ. അതിലേക്ക് മനുഷ്യരെ കൊണ്ട് സത്താൻ തള്ളിയിടുക. വായിച്ച ബ്രദറെ, തടിക്കഷ്ണത്തോട് എന്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അടുത്തത്, അവരുടെ ധണ്ണ് അവർക്ക് വചനമരുളുന്നു. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. ആരിൽ വസിക്കുന്നു ആ വസിക്കുന്നവർ വഴിതെറ്റി പോവുകയാണ്. അതിന്റെ പരസംഗത്തിനു വേണ്ടി അല്ല, 5:4 വായിച്ച്. അതേ അധ്യായം 5:4. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടെ, ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാതെ വണ്ണം സാത്താൻ അവരെ തടഞ്ഞു നിർത്തും. അതാണ് സാത്താന്റെ ഏറ്റവും വലിയ വിജയം. ഇപ്പൊ ഇവിടെ എല്ലാവരും വന്നു, ഇവിടെ ഇരിക്കുമ്പോ വീട്ടിലെ കാര്യം നീ സ്റ്റൗ ഓഫ് ആക്കിയായിരുന്നോ? ശരിയാണല്ലോ. മക്കള് വീട്ടിൽ വന്നു കാണൂലേ? ശരിയാട്ടോ. പിന്നെ നീ ഇന്നലെ മറ്റേ ഇത് ശരിയാട്ടോ, അത് മറന്നു പോയിട്ടോ, അവര് ഫോൺ വിളിച്ചില്ലോ. ഇങ്ങനെ ഈ രക്ഷയുടെ സത്യസുവിശേഷ പ്രഘോഷണ വേളയിൽ അവൻ തടഞ്ഞുകൊണ്ടേ ഇരിക്കും. വായിച്ച്. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ആദ്യം മുതൽ വായിച്ച്. തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ പോകയാൽ അവർക്ക് അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം ഭൂതം, പാപത്തിന്റെ ഭൂതങ്ങൾ, അശുദ്ധാത്മാക്കൾ വ്യക്തികളിൽ കുടികൊണ്ടുകൊണ്ട് അവരെ കൊണ്ട് കുർബാനയ്ക്കൊക്കെ കുടിപ്പിക്കും. സാത്താൻ ആള് ഭയങ്കര തന്ത്രശാലിയാ. കുർബാനയ്ക്കൊക്കെ ലൈൻ വന്ന് നിന്ന് അവൻ കുർബാന വാങ്ങിച്ചു വിടും. അതൊക്കെ അറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവിക കാര്യങ്ങളും അവനെ കൊണ്ട് കൈയിട്ട് അവനെ
അവനെ ദൈവിക സഭകളിലും അവിടെ ഇവിടെയെല്ലാം കയറ്റി നിർത്തി അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഈ എഫെസോസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തില് അതിന്റെ 10 മുതൽ താഴോട്ട് സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ എന്നൊരു ഗണമുണ്ട്. സ്വർഗീയിടം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സ്വർഗീയിടം ഏതാ? ഈ ഉളിക്കൽ ടൗൺ ആണോ? അല്ല. ഈ അൾത്താര, ഈ പള്ളി, ഈ പള്ളിയുടെ കപ്പ്യാര്, ഈ പള്ളിയുടെ നേതൃത്വ നിരകൾ, ഈ പള്ളിയിലെ കമ്മിറ്റിക്കാർ, ഈ പള്ളിയിലെ വിശ്വാസികൾ, ഇത് ഇവിടെയാണ് അവന്റെ ഒരു തന്ത്രം. പുറമെ ഉളിക്കൽ ടൗണിലെ ഒരു തന്ത്രവും അശുദ്ധാത്മാക്കളുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, വചനാടിസ്ഥാനത്തിലാ. ഇതിനെല്ലാം വചന സാക്ഷ്യമാ. അവിടെ അവൻ ആധിപത്യം പുലർത്തുന്നുണ്ട്, അതൊരനം വേറെയാ. ഇവിടെ അവൻ ആധിപത്യം പുലർത്തുന്നുണ്ട്, ഇതൊരനം വേറെയാ. സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾ. ഈ ഭൂമിയിൽ സ്വർഗമായി എന്തൊക്കെ ഉണ്ടോ അതിന്റെ ഇടയിൽ കയറി കളിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. അതൊരു വെറൈറ്റി അനത്തിപ്പെട്ടതാ. അതിനെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ കണ്ണുകളിലൂടെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അത് ചിലപ്പോ പുരോഹിതനായിരിക്കാം, ചിലപ്പോ കമ്മിറ്റിക്കാരനായിരിക്കാം, ചിലപ്പോ അല്ലെങ്കിൽ മറ്റ് നേതൃത്വ നിലയിലുള്ളവരിലൂടെ ആയിരിക്കാൻ ഇവന്റെ പ്രവൃത്തി നടപ്പിലാക്കാൻ ചിലപ്പോ അവൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ പുരോഹിതൻ അങ്ങനെ ചെയ്തു, ഈ പുരോഹിതൻ ഇങ്ങനെ ചെയ്തു, ആ കമ്മിറ്റിക്കാരൻ അങ്ങനെ ചെയ്തു, ആ പള്ളിയിൽ വഴക്കുണ്ടായി, അത് അവിടെ അങ്ങനെയായി. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിയുടെ പേരായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നേ സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാവെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളവന് അത് ചെയ്യാൻ പറ്റൂല. പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മേലും ഈ അശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റൂല. അവന് ഈ സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാവ് തൊടില്ല. തൊടാൻ അവൻ അറയ്ക്കും, പേടിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ച് തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം ഈ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ പ്രവൃത്തി തകിടം മറിച്ചു കളയും. പിന്നെ അവനിൽ നന്മയില്ല, കുറ്റം പറച്ചില്, നുണ പറയുന്ന ഇനമുണ്ട്. ചേച്ചിമാർ ശ്രദ്ധിച്ചു കേട്ടോ, നുണയുടെ ആത്മാവ് എന്ന് പറഞ്ഞൊരു ആത്മാവുണ്ട്. അത് 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 20-ലും 21-ലും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. നുണയുടെ ആത്മാവിനാൽ ഞാൻ പോയി പ്രവാചകന്മാരുടെ മേൽ വശീകരിച്ച് തെറ്റായ പ്രവചനങ്ങൾ നൽകി ജനത്തെ, മിക്ക പ്രവാചകനൊക്കെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് പറഞ്ഞ് നുണയുടെ ആത്മാവ് പോയി പ്രവാചകന്മാരിൽ വസിക്കുന്ന ഒരു സംഭവം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കലഹത്തിന്റെ ആത്മാവ്, മദ്യപാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ്, വ്യഭിചാരത്തിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ്, പ്രേമമൊക്കെ ഈ ഭൂതത്തിന്റെ തന്ത്രമാ. ഞാൻ ഈ പള്ളിയിലെ വലിയ പുള്ളിയാണ്, നമുക്കൊരു തലക്കനമൊക്കെ പള്ളിയിൽ വരുമ്പോ നമ്മൾ ഒരു ഭയങ്കര തലക്കനമൊക്കെ തോന്നാറില്ലേ? അതല്ല ഈ പുള്ളിയുടെ ഒരു പ്രവണതയാണ്. ഇവിടെ ഒരു കോമ്പറ്റീഷൻ കളിക്കുക, എല്ലാത്തിനും ഒരു എതിർപ്പ് കാട്ടിക്കൂട്ടുക, ഒരടക്കമില്ല. ഞാനെനിക്ക് ഒരു സ്ഥലത്ത് ഒരു സിസ്റ്റേഴ്സിന്റെ ധ്യാനം നടക്കുകയാണ്. ധ്യാനത്തിന്റെ അവസാന ദിവസമായി, അഭിഷേകാരാധനയുടെ സമയമാണ്. എല്ലാവരെയും ഇങ്ങനെ നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന കുറെ 80ഓളം അടുത്ത് സിസ്റ്റേഴ്സാ. ഒരാളുടെ നേരെ നോക്കുമ്പോൾ ആളിൽ ഒരു ഭൂതം ഇരിക്കുന്നുണ്ട്. ഞാൻ ഉടനെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഭൂതമുണ്ട് കേട്ടോ, കുഴപ്പമാവും. അച്ഛൻ പറഞ്ഞ് ധ്യാനം എല്ലാം കഴിയാനായില്ലേ, കൈവപ്പ് പ്രാർത്ഥനയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഭൂത. പക്ഷെ ആ ഭൂതം ഇളകി, ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ അവിടുത്തെ സുപ്പീരിയർ സിസ്റ്ററോട് ചോദിച്ചു, ഈ പുള്ളിക്കാരുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയായിരുന്നു? അനുസരണം എന്ന് പറഞ്ഞില്ല, എല്ലാത്തിനും മറുതലിപ്പ്, പിറുപിറുപ്പ്, പിണങ്ങിയിരിക്കുക, കലഹം, അത് ഇത്. കാര്യം ഈ ഭൂത അതാ. ഓരോ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഹല്ലേലൂയ. ഇത് സിസ്റ്റർമാരിൽ മാത്രമോ, ഒരു സുവിശേഷകനിൽ മാത്രമോ, ഒരു വൈദികനിൽ മാത്രമല്ല, പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾക്ക് ഈ ഭൂമി സാത്താന്റെ ആണ്, ഇതൊന്നും നമുക്കുള്ളതല്ല. ഇവിടെ വസിക്കാൻ ദൈവം അനുവദിച്ചെന്നേ ഉള്ളൂ. ആ ബോധ്യത്തിൽ ജീവിച്ചോണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:18 വന്നേ ബ്രദറെ. ഫിലിപ്പി 3:18 വന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ.
വായിച്ചേ. എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിനെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. തുടർന്ന് ഭൗമിക അനുസൃതമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്ത്? ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ലോകത്തിന്റെ ദേവന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യന് ചിന്തിക്കുക സാധ്യമാവുക. വേറൊരു ചിന്തയും അവന്റെ തലയിൽ വരില്ല. അവന്റെ ഭാര്യ, അവന്റെ റബ്ബർ വെട്ടണം, അവന്റെ പശുവിനെ കറക്കണം, അവന്റെ ലണ്ടനിലുള്ള കൊച്ചിന്റെ ഫോൺ വരും 9:30, അവന്റെ സ്കൂളിലെ വിദ്യാഭ്യാസ ജോലി, അവന്റെ ആ ജോലി, അവന്റെ ഈ ജോലി, അവന്റെ കടബാധ്യത, അവന്റെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, ആ പ്രശ്നം. ഈ ലോകത്തിലുള്ളതല്ലാത്തതൊന്നും അവന്റെ തലയിൽ ഈ ലോകത്തിന്റെ ദേവനായ പിശാച് ചിന്തിപ്പിക്കുക പോലുമില്ല. വായിച്ചേ. ഭൗമികമായത് മാത്രമാണ് അവരുടെ ചിന്ത. എന്നാൽ നമ്മുടെ പൗരത്വം ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, പൗലോസ് പറയാ, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എന്നാൽ ഫിലിപ്പിയിലുള്ള എന്റെ വിശുദ്ധന്മാരെ, നമ്മൾ അവരെ പോലെ ഈ ലോകത്തിലെ കാര്യം മാത്രം നോക്കി, ഈ വീട്ടിലെ കാര്യം മാത്രം നോക്കി, ഈ സാധ്യതകൾ, ലോകത്തിന്റെ അവസ്ഥകൾ മാത്രം നോക്കി ജീവിച്ചാ പോരാ. എന്റെ ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരെ, നമുക്ക് ഒരു പൗരത്വം ഇവിടെയല്ല, വേറെ ഒന്നുണ്ട്. ആ പൗരത്വം സ്വർഗത്തിലാണ്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് 2 പൗരത്വമുണ്ട്. ഒന്ന് നിങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തിൽ, 2 സ്വർഗത്തിൽ. ഇരട്ട പൗരത്വമാണ് നമുക്കുള്ളത്. 1 കിട്ടിയിട്ട് കാര്യമില്ല, 2 ലഭിക്കണം. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ മനുഷ്യനെ പോലെ ഇവിടെ ജീവിച്ചോണം. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ ഒരാൾ വന്നാൽ ആ വ്യക്തി അമേരിക്കയുടെ മര്യാദയിൽ ഇന്ത്യയിൽ ജീവിക്കുന്നത് പോലെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ ജീവിക്കുന്ന നമുക്ക്, ഏത് രാജ്യത്തിലാണോ ജീവിക്കുന്നത് അവിടെ നമുക്ക് ആ രാജ്യത്തിൽ മാന്യമായി ജീവിക്കാൻ നമുക്കൊരു ഓർമ്മയുണ്ടാകണം. ഞാൻ സ്വർഗീയ പൗരനാണ്. ഞാൻ എല്ലാവരെ പോലെ ആയിരിക്കാൻ പാടുള്ളതല്ല. ഞാൻ സ്വർഗീയ പൗരനാണ്. എനിക്കൊരു സ്വർഗയാത്രയുണ്ട്, എനിക്കൊരു സ്വർഗീയ പൗരത്വമുണ്ട്. അതാണ് എന്റെ നിത്യമായ ഭവനം. ഹല്ലേലൂയ. അവിടെയാണ് എനിക്ക് എവർലാസ്റ്റിംഗ് ലൈഫ് ഉള്ളത്. നിത്യമായ ജീവിതം എനിക്ക് അവിടെയാണുള്ളത്. ഇവിടെ താൽക്കാലികമാ, അത് സ്വന്തമാക്കാനുള്ള താൽക്കാലിക ജീവിതമാണ് ഇവിടെ. മറന്നുപോകല്ലേ ക്രിസ്ത്യാനി, മറന്നുപോകല്ലേ പ്രിയപ്പെട്ടവരെ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്നവരെ, മറന്നുപോകല്ലേ. സ്വർഗം സ്വന്തമാക്കാനായി ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കണം. ഈ ഭൂമിയിലെ ഓരോ ദിനവും ആ ഭൂമിയിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങളായിരിക്കണം. അബദ്ധം പറ്റരുത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ മരിച്ചുപോയ, നിങ്ങളുടെ ഈ കല്ലറയിൽ മരിച്ചുപോയ മത്തായിച്ചേട്ടൻ വന്നിട്ട് പറയാണ്, മക്കളെ ഈ ബ്രദർ പറയുന്നത് സത്യമാടാ എന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്തവര് ചിലപ്പോ ഈ ലോകത്തിലുണ്ടാകും, നിങ്ങളുടെ ഇടയിലുണ്ടാകും. എന്നെ ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നാ സ്വർഗം, എന്നാ രാജ്യം. ഇല്ലടി, അമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് പോയില്ലേനും കുഴപ്പമില്ല, മറ്റേ കെമിസ്ട്രിയുടെ മറ്റേ ട്യൂഷന് പോയിരിക്കണം അല്ലേ. അങ്ങനെ ട്യൂഷനൊക്കെ പോയി MBBS എടുത്ത് MD എടുത്ത് അമേരിക്കയിൽ വലിയ വിദഗ്ധ ഡോക്ടറിനായി ജീവിച്ച് അമ്മയ്ക്ക് ബെൻസ് കാറിന്റെ ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം. അതാണ് അമ്മയുടെ ഒരു ആഗ്രഹം. ഈ കുഞ്ഞുങ്ങളെ ആര് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഈ കർത്താവിനെ പ്രതി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മക്കളെ തിരുത്തിയിട്ടില്ലെങ്കിൽ അതുങ്ങളെല്ലാം നശിച്ചു പോകും. അതിനെല്ലാം കർത്താവ് നിങ്ങളോട് കണക്കി വയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചേ ബ്രദറെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ. ബ്രദറെ ഓടിപ്പോലെ, സമയമൊക്കെ പോട്ടേന്ന്, മരണത്തിന് മുമ്പ് ഇത് അറിയട്ടെ മനുഷ്യൻ. എന്ന് വായിച്ചേ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് യേശു, അവിടെ നിന്ന് ഒരു രക്ഷകനെ, യേശു ക്രിസ്തു ആകുന്ന രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ
നാം കാത്തിരിക്കുന്നു. നാം കാത്തിരിക്കുന്നു. നാം എന്നാ ബ്രദറെ? കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കാത്തിരിക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ കാത്തിരിക്കുന്നുണ്ടോ? എന്ത് കാര്യമില്ല. ഉണ്ട്. ഒരു വിശുദ്ധൻ, രണ്ട് വിശുദ്ധ, മൂന്ന് വിശുദ്ധന്മാർ കൈവക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുണ്ട് ബ്രദറെ. ഇതിനൊക്കെ വില അറിയണമെങ്കിൽ നിങ്ങൾ ന്യായാസനത്തിൽ വരുമ്പോ നിങ്ങൾ ആ മൊബൈലിൽ നോക്കി ആ വചനം നോക്കി വായിച്ചതിനൊക്കെ ഭയങ്കര വിലയാ. നമ്മുടെ പള്ളിയിൽ നിന്ന് വൈകുന്നേരത്തെ പരിപാടി ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് ക്യാമറയോ സോപ്പൊക്കെ മുഖമൊക്കെ കഴുകി പൗഡറൊക്കെ ഇട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് വന്നവരും ഉണ്ടാകാം. നമുക്കൊരു രക്ഷകൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ വാഗ്ദത്ത പേടകം എന്ന ഈ ശുശ്രൂഷയിലൂടെ സ്വർഗം ആഗ്രഹിക്കുന്ന മക്കളെ, എന്റെ വരവിനെ കുറിച്ച് ലോകത്തെ അറിയിക്കുക. പ്രിയമുള്ളവരെ, ഈശോ ഒലിവുമലയിൽ അപ്പോസ്തലന്മാരുടെ കൂടെ ആയിരുന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 3 മുതൽ അത് മുഴുവനും ആ ഒലിവുമലയിലെ ചർച്ചകളാണ്, പങ്കുവെക്കലാണ്, ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങൾ വീട്ടിൽ ചില വായിക്കണം കേട്ടോ. വെറുതെ ദീർഘശ്വാസം വിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. യേശുവിനോട് അപ്പോസ്തലന്മാർ ചോദിച്ചു, കർത്താവേ, യുഗാന്ത്യത്തിന്റെയും നിന്റെ ആഗമനത്തിന്റെയും അടയാളങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവോ? നേരെ യേശു പറയാണ്, വായിക്കാവോ ബ്രദറെ? നേരെ യേശു പറയാണ്, രാജ്യത്തിനെതിരായും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ വരും. അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അത് വേഗത്തിൽ നിന്ന് വായിച്ച്. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും. അല്ല, 3-ാം അധ്യായം, അല്ല 24:3. അവൻ ഒലിമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു, പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. നിങ്ങൾ എവിടെയെങ്കിലും യുദ്ധങ്ങളെ പറ്റി കേൾക്കാറുണ്ടോ? ഒരു 50 വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ എത്രയോ അധികം, എത്ര രാജ്യങ്ങളെ ഇപ്പോ ചൂടുപിടിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ അമേരിക്ക വേറെ അടുത്തൊരു രാജ്യമായിട്ട് ഉടനെ അടിക്കുന്നൊക്കെ പറയുന്നു. വേറൊരു രാജ്യം റഷ്യ അടിക്കുന്നു പറഞ്ഞു, ചൈന അടിക്കുന്നു പറഞ്ഞു. മൊത്തത്തിൽ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടെ കണ്ടോ? ഇതൊക്കെ എന്റെ യേശുവിന്റെ വരവറിയിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇത് സുബോധമുള്ളവൻ മനസ്സിലാക്കും. സുബോധമില്ലാത്ത അബോധാവസ്ഥയിലാണെങ്കിൽ അവനോട് എന്ത് പറയാനല്ലേ? വായിച്ചേ. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. എന്നാൽ നിങ്ങൾ ഇതൊന്നും കണ്ട് അസ്വസ്ഥരാകരുത്. എന്താ കാര്യം? ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതിന്റെ ഒരു 12 മുതൽ വായിച്ച ബ്രദറെ, വായിച്ചു. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ. അധർമ്മം. ഇന്ന് എവിടെയെങ്കിലും ധർമ്മമുണ്ടോ? നീതി നടപ്പിലാവുന്നുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ, ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു സാധാരണക്കാരൻ ചെല്ലുന്നു, എനിക്കൊരു കാര്യം നടത്തി തരണം, ഉടനെ തന്നെ അവരത് ഏറ്റെടുക്കുന്നു, അപ്പൊ തന്നെ നടത്തി വീട്ടിൽ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ? ഒരപ്പന് 3-5 മക്കളുണ്ട്. എല്ലാ മക്കളോടും വിളിച്ചു ചോദിച്ചേ, അപ്പ ശരിക്കും നീതിയാണോ എല്ലാം ചെയ്തത്? നീതിയായിട്ട് പങ്കുവെച്ചോ? അവന് പറയാനുള്ളത്, എന്റെ അപ്പനോ, എന്നോട് മാത്രം അപ്പൻ അങ്ങനെ ചെയ്തില്ല. എത്ര സംഭവങ്ങൾ നീതിരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? ഞാൻ ഒരാളെ വിശ്വസിച്ച് എന്റെ തൊട്ടടുത്തൊരു കുമ്മിട്ടി പോലുള്ള ഒരു ചെറിയ 1 സെന്റ് 1.25 സെന്റ് സ്ഥലം ഞാൻ മേടിച്ചു. അദ്ദേഹം വലിയൊരു പ്രാർത്ഥനക്കാരനാണ്. അദ്ദേഹം ഒരു വലിയൊരു യഹോവ സാക്ഷിയുടെ ഒരാളുമാണ്. ഞാൻ അയാളെ വിശ്വസിച്ച് പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ, ഞാൻ പൈസ തന്നല്ലോ, പോയി രജിസ്റ്റർ ചെയ്ത്, ഞാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. അയാൾ പോയി രജിസ്റ്റർ ചെയ്തു. അയാൾ ആ സ്ഥലത്തിന്റെ അതിരിൽ ചെറിയൊരു ക്രമക്കേട് വരുത്തി. ഞാൻ ഇന്നുവരെ അത് ചോദിക്കാൻ പോയില്ല. അതുകൊണ്ട് എനിക്കെന്ത് കുഴപ്പം?
എനിക്കൊന്നും സംഭവിക്കാനില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു ഭർത്താവ് ഈ ഇടയ്ക്ക് ഒരു ധ്യാനത്തിൽ വന്നപ്പോൾ, അവൻ എൻ്റെ ഇടയ്ക്ക് കൗൺസിലിങ്ങിന് വന്നപ്പോ അവന് വേണ്ടി പ്രാർത്ഥിച്ചവൻ, നിന്റെ ഭാര്യ എവിടെയാന്ന് ഞാൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് തന്നെ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ബ്രദറെ, എന്റെ ഭാര്യ വേറൊരുത്തന്റെ കൂടെയാണ് ജീവിക്കുന്നത്, ഇന്ന രാജ്യത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്ത് നീതിയാണ്, എവിടെയാണ് നീതി? ഇന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ലേ? സമ്പത്തും പണവും പ്രധാനവും സാധ്യതകളും ആൾബലവും പണബലവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇവിടെ വലിയ സംഭവമല്ലേ? ഇവിടെ പാവപ്പെട്ടവൻ എന്തെങ്കിലും നീതിയുണ്ടോ? ഇന്നലെ രാത്രി ഞാനും എന്റെ ഭാര്യയും കൂടെ എന്റെ ടൗണിൽ, എന്റെ പട്ടണത്തില് ഒരു രാത്രി 11 മണിയായപ്പോൾ വാഹനവുമായി വരുമ്പോ ഒരാൾ തണുത്തിരിക്കുന്ന കണ്ടപ്പോ എന്റെ ഭാര്യനോട് പറഞ്ഞു, ചേട്ടായി നിർത്തിയിട്ട് ചേട്ടായിയുടെ കോട്ട് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി തിരിച്ച് ആളുടെ അടുത്ത് ചെന്നു. ആള് പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, 4 പെൺമക്കളുണ്ട്, ചിലര് ടീച്ചറൊക്കെ ഉണ്ട്. എന്റെ മകൻ ഇന്നൊരു സ്ഥാപനത്തില് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെയാ. ഇതാ ഞാൻ വിറങ്ങലിച്ച് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ചിലപ്പോ അപ്പന്റെ കയ്യിലിരിപ്പും മക്കളുടെ നാവും എല്ലാം കൂടെ ഒത്തണങ്ങി ഇപ്പൊ പുറത്തു കൊണ്ടതായി വന്നതായിരിക്കാം. ശരിയാണ്, നല്ല തണുപ്പാ ഇന്നലെ. സത്യം ഞാൻ പറയുന്നത്, എന്റെ ഭാര്യ ഈ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഭാര്യ അതിന്റെ ഇടയിൽ എന്നോട് പറയാണ്, കൊടുക്കുന്നു. ഞാൻ പറഞ്ഞിട്ട്, ഈ ചേട്ടനെ എനിക്കറിയാം, ഈ ചേട്ടൻ അങ്ങനെ വാങ്ങുന്നതല്ല. ഈ ചേട്ടന്റെ ഒരു സ്ഥലം ഈ ഇടയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കിയ നല്ല 1 ഏക്കർ സ്ഥലം, വലിയ വിലയുള്ള സ്ഥലമാ, ഞാൻ പോയി നോക്കിയതാടി എന്ന് പറഞ്ഞു. പക്ഷെ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്റെ സ്നേഹത്തിന് നന്ദി, പക്ഷെ എനിക്ക് ഇത് വാങ്ങാൻ പറ്റില്ല, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുള്ളിക്കാരന്റെ കയ്യിൽ വേറൊരു കൈലുമുണ്ടുണ്ടായിരുന്നു, ലുങ്കി, അതിങ്ങനെ കക്ഷത്തിലിരിപ്പുണ്ട്. ഞാൻ പുള്ളിയോട് സ്നേഹത്തോടെ മേത്തൊക്കെ തലോടിയിട്ട് പറഞ്ഞു, ആത്മഹത്യ ചെയ്യരുത് കേട്ടോ, ഈ ജീവനെ വിലയുള്ളതാ, നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എവിടെയാണ് നീതി? എവിടെയാ നീതി? സഭയ്ക്കകത്ത്, സഭയ്ക്ക് വെളിയിൽ, ലോകത്തിൽ, വീട്ടിൽ എവിടെയാ നീതി? എവിടെയാ നീതി? ഹല്ലേലൂയ. 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 ഇത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. എന്റെ യേശുവിന്റെ വരവ് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണിത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കഞ്ഞി, ഒരു കറി. അപ്പനും അമ്മയും വേറെ ഉണ്ട് അകത്ത്, അവർക്ക് വേറൊരു കറി. അത് മക്കൾക്ക് വേണ്ടി മേടിച്ചു തന്നെ. ഇത് പപ്പായ്ക്കും ഞങ്ങൾക്കും മക്കൾക്കും ഉള്ള അത് വേറൊരു കറി, അപ്പനും അമ്മയ്ക്കും വേറൊരു കറി. അടിപൊളി വീട് പണിതിരിക്കുകയാണ്. എന്നെ അവൻ വീട്ടിലേക്ക് ഭയങ്കര സ്നേഹത്തോട് ക്ഷണിച്ചിരിക്കുകയാണ്. അവന്റെ പഴയ വീട്ടിലൊരു ഞെരുക്കം ഞാൻ കേട്ടു. എന്താ സംഭവം അവിടെ? ആരാ അവിടെ താമസിക്കുന്നത്? ഓ, അത് അപ്പനും അമ്മയാന്ന്, അവര് വയ്യാണ്ട് അവിടെ കിടക്കുക. വെറുതെ ഞാൻ ആ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഈ പഴയ വീട്ടിൽ ചെല്ലുമ്പോള് മൂത്രം മണത്തിട്ട് പാടില്ല. ഇവരിപ്പോ അടിപൊളി വീട്ടില് കണ്ണൂർ ജോയ് ബ്രദറിനെ വിളിച്ച് അവൻ കയറ്റി പിന്നെ വിളിച്ച് ക്ഷണിച്ചിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് നീതി? ആരുടെ നീതി? എവിടെയാ നീതി? അതെല്ലാം പോയി, ആ കാലമേ പോയി. ഇത് കർത്താവിന്റെ വരവ് വിളിച്ചു പറയുന്ന കാലമാ. ഹല്ലേലൂയ. ആരെയും വിശ്വസിക്കാൻ പറ്റും നമുക്കിപ്പോ? പറ്റത്തില്ല. വായിച്ചേ ബ്രദറെ. അതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതുകൊണ്ട് പലരുടെ സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? എല്ലാവരും കടുത്ത സ്വാർത്ഥരാകും. കടുത്ത സ്വാർത്ഥർ. സ്നേഹം തണുത്തു പോകും. എന്നാ ആരോടെ സ്നേഹം? നിങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങളുടെ കാറിന്റെ ആ വെള്ള കാറേല് AC ഇട്ട് വരുമ്പോ അടുത്ത ആ ചേട്ടന് കൈ കാണിച്ചപ്പോ നീ നിർത്തിയോ? അങ്ങനെ ഒരു സ്നേഹം നിനക്കുണ്ടോ? നിന്റെ വീടിന്റെ അടുത്തൊരു ക്രിസ്ത്യാനിയുണ്ട്, അവന്റെ വീട്ടിൽ തേങ്ങയില്ല, നിന്റെ വീട്ടിൽ തേങ്ങ ഇട്ടപ്പോ ഒരു 10 നീ കൊടുത്തോ? അങ്ങനെ ഒരു സ്നേഹം നിനക്കുണ്ടോ? അങ്ങനെ ഒരു സ്നേഹം നിനക്കുണ്ടോ? അങ്ങനെ ഒരു സ്നേഹം ഇന്നുണ്ടോ? ഇല്ലെങ്കിൽ ഓർത്തോ, കർത്താവിന്റെ വരവ് അടുത്തോണ്ടിരിക്കുക. അതിന്റെ 29-ാം തിരുവചനം വായിച്ച ബ്രദറെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ച. ഹല്ലേലൂയ. ഹല്ലേലൂയ. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം, ആ കാലത്തെ, ഏത് കാലത്തെ? യേശു 2000 ചില്ലറ വർഷം മുമ്പ് പറയാണ്, ആ കാലത്ത് പീഡകൾ ഉണ്ടാകും. എന്ത് പീഡയാ?
അപ്പൊ മക്കളെ പീഡിപ്പിക്കുന്നതല്ല, സുവിശേഷത്തെ പ്രതി ക്രിസ്തു ശിഷ്യന്മാർക്ക്, ക്രിസ്തു വിശ്വാസികൾക്ക് കൊടിയ പീഡകൾ ഉണ്ടാകും. യോഹന്നാൻ 16:2-3 എന്ന് വായിച്ച ബ്രദറെ. യോഹന്നാൻ 16:2-3. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചേ 16:2-3. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. അവർ നിങ്ങളെ എന്റെ നാമത്തിൽ പല സ്ഥലത്തു നിന്ന് പുറത്താക്കും. എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത്, ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് അവിടെ ചെന്നപ്പോ അവരുടെ പള്ളി തള്ളി പൊളിച്ചു കളഞ്ഞു. ഇവിടെ ക്രിസ്ത്യാനി വേണ്ട എന്ന് പറഞ്ഞ് തല്ലി ഓടിച്ചു. വായിച്ചേ ബ്രദർ, വായിച്ചേ. നിങ്ങളെ കൊല്ലുന്ന ഏവനും, നിങ്ങളെ കൊല്ലുന്ന ആളുകൾ താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. നിങ്ങളെ കൊല്ലുന്ന ആളുകൾ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ ബലിയർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ കൊല്ലുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറയുന്ന സമയം വരുന്നു, കാലം വരും. ഹലോ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രമല്ല, ഈശോ അടുത്ത് പറയുന്നെന്ന് വായിച്ച ബ്രദറെ, അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ, അവരുടെ സമയം അന്ത്യകാലത്ത് ജാതികളുടെ സമയമാ. ദൈവമക്കളെ പീഡിപ്പിക്കപ്പെടുന്ന സമയമാ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരെല്ലാം ഭയപ്പെട്ടു പോകും. പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തോടെ അതിനെ പുൽകും, ഏറ്റെടുക്കും, അതിലായിത്തീരും. പരിശുദ്ധാത്മാവുള്ളവർക്ക് ഇതൊരു സന്തോഷമാ. എന്റെ വീണ്ടെടുപ്പ് കാലമായല്ലോ എന്ന് അവന്റെ ചിന്ത. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനോ അവൻ പേടിച്ചിട്ട് പറയും, അയ്യോ എനിക്ക് ക്രിസ്ത്യാനി ആവണ്ട, എനിക്ക് ഏത് മതത്തിലെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഓടും. അയച്ച ബ്രദറെ, അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്ന് സംഭവിക്കുന്നു അന്ന് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതട്ടോ മക്കളെ. 2000 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഈശോ പറഞ്ഞു. ഈ അടുത്ത നാളിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാം കേട്ടതാണ്, 21 ചെറുപ്പക്കാരെ IS തീവ്രവാദികൾ നിരത്തി നിർത്തിയിട്ട് അല്ലാഹു അക്ബർ അല്ലാ എന്ന് പറഞ്ഞ് കഴുത്തറുത്ത് കൊന്നു. നമ്മുടെ ഇവിടെ കാണുന്ന മുസ്ലിം സഹോദരങ്ങളല്ല, IS തീവ്രവാദികളായിട്ടുള്ളവർ. അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു, അവരുടെ ദൈവത്തിന് ഇത് പ്രസാദകരമാണ് എന്ന മട്ടിൽ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു. 21 ചെറുപ്പക്കാരെ കഴുത്ത് വെട്ടി കൊന്നു. ഇന്നും അനേകരെ, എനിക്കറിയാവുന്ന ഒരു സഭയിലെ ഒരു ബിഷപ്പിനെ അവിടെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. 3 പേരെ കൊണ്ടുപോയി, 2 പേർ രക്ഷപ്പെട്ടു, ഒരാളെ അവർ കൊന്നുകളഞ്ഞു. അന്ന് പുറലോകം അറിഞ്ഞിട്ടില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഞാനിത് നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് ഈശോ പറഞ്ഞിരിക്കുക. എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് എന്തു പറഞ്ഞു അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകാശവും ഭൂമി കടന്നു പോയാലും എന്റെ വചനങ്ങൾ, എന്റെ വാക്കുകൾ മാറിപ്പോകില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ബ്രദർ വായിച്ച് 29-ാം വാക്യം വായിച്ച്, മത്തായി 24:29. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ നിന്ന് വായിച്ച്. ഹല്ലേലൂയ. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷമായി പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. ആ കാലത്തെ പീഡകൾക്കിടയിൽ സൂര്യൻ ഒരു നാളിൽ മറഞ്ഞു പോകും. അമ്മ മാതാവ് ഈ അടുത്ത നാളിൽ പല സ്ഥലങ്ങളിൽ ഒരു സന്ദേശം കൊടുത്ത് ഇങ്ങനെയാണ്, ഈ ഭൂമിയിൽ 3 രാത്രികൾ പകലില്ലാത്ത 3 രാത്രികൾ, രാത്രിയും പകലും ഒരുപോലെ ആകുന്ന 3 ദിനങ്ങൾ വന്നു ചേരുമെന്ന്. അന്ന് വെഞ്ചിരിച്ച മെഴുകുതിരി എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കട്ടെ. അന്ന് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കരുത്. വാതിൽപ്പടി വിട്ട് പുറത്തു പോകരുത്. ആരെങ്കിലും വാതിൽപ്പടിയിൽ നിന്ന് മുട്ടി വിളിച്ചാൽ തുറക്കരുത്. അത് അന്ധകാര ശക്തികളുടെ കടന്നുകയറ്റമായിരിക്കും. ആത്മാക്കളെ സാത്താന്യ ലോകം നരകത്തിൽ നിന്ന് കടന്നു വന്ന്
പിടിച്ചു കൊണ്ടുപോകുന്ന കാലമായിരിക്കും ആ ദിനങ്ങൾ എന്ന് അമ്മ മാതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ വിശ്വസിച്ചോ, വേണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 25 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ അതിന്റെ 36 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ ആഗമനത്തിന്റെ വേറെ ഒരു രീതികള്, അടയാളങ്ങള്, ലക്ഷണങ്ങളൊക്കെ പറയുന്നതുണ്ട്. അതൊന്ന് വായിച്ച് കേൾക്കാം. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. സൂര്യനിൽ അടയാളങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ സൂര്യനിൽ ചില സംഭവങ്ങൾ കാണുന്നത് നിങ്ങൾ അറിയും. ഈ അടുത്ത കാലത്ത് സൂര്യനിൽ നിന്ന് ഒരു പ്രത്യേകതരം രശ്മി ഭൂമിയിലേക്ക് വരുന്നത് കൊണ്ടാ ത്വക്കിന് ക്യാൻസർ ഉണ്ടാകുന്നത്, പലവിധ ക്യാൻസറുകൾ ഉണ്ടാകുന്നതെന്ന് സൂര്യന്റെ അകത്തുള്ള ചില സംഭവങ്ങളെ ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. സൂര്യന്റെ അകത്ത് വലിയ സ്ഫോടനങ്ങൾ കണ്ടെത്തുന്നു. സൂര്യനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ശാസ്ത്രലോകം വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്ക് നാസ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ സൂര്യനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള, കൂടുതൽ പുതിയ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോന്ന് അറിയാൻ കഴിയും. മക്കൾ വിദ്യാഭ്യാസമുള്ളവരുണ്ടെങ്കിൽ ചേച്ചിമാർ, ചേട്ടന്മാർ, അപ്പച്ചന്മാരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് നോക്കാൻ പറയണം. ചന്ദ്രനിൽ അടയാളങ്ങൾ കാണും, നക്ഷത്രങ്ങളിൽ അടയാളങ്ങൾ കാണും. നക്ഷത്രങ്ങൾ പലതും ഇങ്ങോട്ട് പിടിവിട്ട് വരുന്നു എന്നൊക്കെയാ ശാസ്ത്രലോകം പറയുന്നേ. 2030 എവിടെയോ ഭൂമിയിൽ എവിടെയോ വന്ന് പതിക്കുന്നോ, അതിൽ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നോ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഹല്ലേലൂയ. അവരെന്ത് പറയുന്നു അത് ഞാൻ വിശ്വസിക്കില്ല. ശാസ്ത്രം എന്ത് പറയുന്നു അത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ കർത്താവിന്റെ വചനം എന്ത് പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കും. കർത്താവിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ യേശുവിന്റെ വരവ് താമസിക്കുകയല്ല. ഓരോരുത്തരും രക്ഷപ്പെടേണ്ടതിന് കർത്താവ് കാലവിളംബരം നടത്തുകയാണ്. എന്താണ്? കാലതാമസം വരുത്തുകയാണ്. ഈ രാജ്യത്തിന്റെ സത്യസുവിശേഷം പറഞ്ഞ് ആളുകൾ കേട്ട് രക്ഷ പ്രാപിക്കുന്നത് വരെ ഈ ലോകത്തിനൊന്നും പരിക്കേൽക്കാതെ ദൈവം കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഒരു നാളിൽ ഈ ഭൂമിയും അതിലുള്ളതെല്ലാം കത്തിച്ചാമ്പലാകും. ശാസ്ത്രം പറയുന്നു എന്തോ ഭൂമിയിലേക്ക് വന്ന് വീഴുമെന്നോ കത്തിപ്പോകുന്നൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബൈബിൾ പറയുന്നു ഈ ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തിയെരിയുന്ന കാലം വരും. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാണ്. ഈ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ കാര്യം വിശ്വാസികളുടെ കൂട്ടമേ, ഇത് നിങ്ങൾ വിശ്വസിക്കണം. ശാസ്ത്രം എന്ത് പറഞ്ഞാലും, ശാസ്ത്രം നാളെ തിരുത്തി പറഞ്ഞാലും, ഭൂമി ഉരുണ്ടതല്ല പരന്നതെന്ന് പറഞ്ഞാലും, ഇനി പരന്നതല്ല ഉരുണ്ടതെന്ന് പറഞ്ഞാലും, മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല. കാര്യം ബൈബിൾ എന്ത് പറയുന്നു അതാണ് എന്റെ വിശ്വാസം. കാര്യം ഞാൻ മഹാപാപിയായി നടന്നപ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നാണ് എന്നെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ഞാൻ ബൈബിൾ എല്ലാ കാലത്തും വിശ്വസിക്കും. ഭൂമിയോ ലോകമോ പറയുന്ന ഞാൻ വിശ്വസിക്കുകയേയില്ല. വായിച്ചേ ബ്രദറെ. 25 ലൂക്ക 21-25 മുതൽ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. ഇത് കേട്ടെ, കടലിന്റെയും തിരമാലകളുടെയും ഈ ശബ്ദങ്ങൾ നിമിത്തം ജനപദങ്ങളിൽ ഭയമുളവാകും. എന്ന് പറഞ്ഞാൽ എന്നറിയാവോ? സുനാമി ആ നാളിൽ ശക്തമായി അടിക്കും. അപ്പൊ അടുത്ത ഉടനെ വരും. ഒരു തൃശ്ശൂർ ഒരു ധ്യാനം നടക്കും. തൃശ്ശൂർ 2 ആഴ്ച മുമ്പ് ഒരു ധ്യാനം നടക്കുമ്പോൾ ഞാൻ ആ വേദിയിൽ വെച്ച് അച്ഛനോട് പറയാണ്, ഞാൻ ആത്മാവിൽ കാണുന്നു ഈ ജനത്തിന്റെ ഇടയിലുള്ള ആരുടെയൊക്കെ ബന്ധങ്ങളുള്ള ഏതോ ഒരു രാജ്യത്തില് പ്രകൃതിക്ക് ക്ഷോഭം വന്ന്
വെള്ളമാണോ? ഭൂമി ഇങ്ങനെ ഇടിഞ്ഞു വരുന്നതാണോ? അങ്ങനെ എന്തൊക്കെ അപകടങ്ങൾ അവർക്ക് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് അച്ഛൻ ജനങ്ങളെ കൊണ്ട് ഏറ്റവും വലിയ പ്രാർത്ഥിപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഞാൻ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, UAE ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര മഴ പെയ്തു, പ്രളയങ്ങളുണ്ടായി. അവിടെ ഒത്തിരി പേർക്ക് ജീവഹാനിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പലരെയും കാണുന്നില്ല എന്നൊക്കെ പറയാനിടയായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കടലിന്റെയും തിരമാലകളുടെയും ഓളങ്ങൾ നിമിത്തം ജനഹൃദയങ്ങളിൽ സംഭ്രമം, ഭയം, ഒരു മരണഭയം ഉളവാകുന്ന കാലം വരുമ്പോൾ ഓർത്തോണം, യേശുവിന്റെ വരവായി. ഹഗായി 2:6 പറയുന്നു, ആ നാളിൽ ഞാൻ കരയും കടലും ഇളക്കും. ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം, യേശുവിന്റെ വരവായി. സുബോധത്തോടെ ജീവിച്ചോണം. നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ ഭാര്യയ്ക്ക് പറ്റത്തില്ല രക്ഷിക്കാൻ. നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ അച്ഛനെ രക്ഷിക്കാൻ പറ്റൂല എന്ന്. ചില കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. നിങ്ങളുടെ രക്ഷ നിന്റെ സ്വന്തമാ. ഞാൻ ഇന്ന് വെളുപ്പിന് എന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ രക്ഷ നിന്റെ സ്വന്തമാ. അതുകൊണ്ട് ഈ കൊടും തണുപ്പിൽ നീ എന്റെ കൂടെ കുർബാനയ്ക്ക് വന്ന നിനക്ക് കൊള്ളാം. ഞാനുമായിട്ട് ഒരു ബന്ധവും ആയില്ല. ഈ ഭൂമിയിലെ കുറച്ചു കാലം നീ എനിക്ക് ഭാര്യ, ഞാൻ നിനക്ക് ഭർത്താവ് ഒക്കെയാണ്. പക്ഷേ അതിലപ്പുറമാണ് നിന്റെ രക്ഷ. അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് 3 മക്കളുണ്ട്. അവർക്ക് ഞാൻ കൊടുത്ത പുട്ടോ കടലയോ അവരെ രക്ഷിക്കില്ല. അവരോട് ഞാൻ എപ്പോഴും തൊണ്ടയിടറി പറയും. ഒരുത്തൻ എറണാകുളത്ത് നിന്നുള്ള ഷൂട്ടിങ്ങിനിടെ ഞാൻ ചോദിച്ചു, ജോഷുവ നിന്റെ കഴുത്തിൽ ഉത്തിരിയില്ലേ? ഉണ്ട് ചാച്ച. എനിക്ക് വേറൊന്നും വേണ്ട. നീ ഈ ലോകത്തിൽ എത്ര വലിയ ഉന്നതനാണെങ്കിലും ഞാൻ നിന്നെ കാണുന്നത് 0 ആയിട്ട് കാണൂ. പക്ഷെ നീ ആത്മാവിൽ നിറഞ്ഞ് എന്ന് ജീവിക്കുന്ന അന്ന് നിന്നെ ഞാൻ ഹീറോയായി കാണും. എനിക്ക് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആരും ഞെളിയല്ലേ. നിന്റെ രക്ഷ നീ ഉറപ്പിക്കണം. മക്കൾക്ക് നീ എന്തൊക്കെ കൊടുത്താലും ഒരു കാര്യവുമില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, അവരെ നീ ദൈവത്തിന്റെ മക്കളായി പോറ്റിയാൽ അതിന്റെ ഒരു ഉപകാരം ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും. ചിലപ്പോ അവരെന്തേലും ഉപകാരം ചെയ്തെന്ന് വരാം. ചിലപ്പോ നല്ല കൃപയുള്ള മക്കളാണെങ്കിൽ അവർ വയസ്സാകാലൊക്കെ ആകുമ്പോൾ നമ്മളെ തള്ളി റോട്ടിലേക്ക് ഇറക്കാതെ അവരേതെങ്കിലും അനാഥമന്ദിരത്തിൽ കൊണ്ടുപോയി വിടാൻ സാധ്യതയും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ രക്ഷ നിങ്ങൾ ഉറപ്പിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ചേ ബ്രദർ, വായിച്ചേ. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ നിങ്ങൾ നോക്കിക്ക. ഇന്ന് എല്ലാവർക്കും നാളെയെ കുറിച്ച് ടെൻഷനാണ്. നാളെ എന്ത് ചെയ്യും? സംഭവിക്കാൻ പോകുന്നവയെ കുറിച്ച് ചേട്ടാ എന്തെങ്കിലും ചിന്തയുണ്ടോ? നാളെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? മക്കളുടെ കല്യാണം കഴിഞ്ഞോ? മക്കളെ കഴിഞ്ഞെന്ന് എനിക്കറിയാം. മക്കളുടെ കഴിഞ്ഞോ? ഇല്ല. അതിനെ കുറിച്ച് ചേട്ടൻ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ചിലർക്ക് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്, ആവശ്യമില്ലാത്ത ആകുലതയാണ്. നാളെ എങ്ങനെയാണ്, മറ്റന്നാൾ എങ്ങനെയാണ്. ഒരു ചേച്ചി ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കാട്ടോ. അപ്പൊ ആ ചേച്ചി ഭയങ്കര തിരക്കാ. അപ്പൊ ആ ചേച്ചി എന്നോട് ചോദിക്കാം, ബ്രദർ ഒരു കാര്യം കൂടെ പറഞ്ഞോ, ബ്രദർ ദേഷ്യപ്പെടുവോ? അപ്പൊ ഞാൻ പറഞ്ഞോ. എന്റെ മൂത്ത മോള് അമേരിക്കയിലെ നേഴ്സാണ്. അവളുടെ മൂത്ത കൊച്ചിന്റെ ഒരു അനിയത്തി കൊച്ചിന് ഇപ്പൊ ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്രദർ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ എന്ന് റിട്ടയർഡായി കർത്താവിന്റെ പക്ഷത്ത് മാറി നിൽക്കും. ഈ ആകുലത വിടുന്നില്ല. കണ്ടോ? ഹൃദയ കിടന്ന് ആകുലപ്പെടുക. മക്കളുടെ കാര്യം, നിങ്ങളുടെ രക്ഷ നിങ്ങൾ ഉറപ്പിക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് മക്കളെയും കെട്ടിയവന്റെ ഒക്കെ പറഞ്ഞാൽ മതി. ഇല്ല, മക്കളും പുറത്തു നരകത്തിൽ പോവും, നിങ്ങളും നരകത്തിൽ പോവും, കെട്ടിയവനും നരകത്തിൽ പോവും. എന്തിനിങ്ങനെ ആകുലപ്പെടണം? ഈ കാലത്തിന്റെ പ്രത്യേകത ഇത് ഈശോന്റെ വരവിന്റെ ഒരു ലക്ഷണമാണ്. ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. ബ്രദറെ താഴോട്ട് വായിച്ച്. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. മനുഷ്യപുത്രനായ യേശു ക്രിസ്തു മേഘങ്ങളിൽ വരുന്നത് ഈ ലോകം കാണാൻ പോവാ. ഹലോ, ഓൺലൈനിലുള്ളവർ ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. യേശു വരുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല,
യേശു വരുന്ന ദിവസമാണ് ഈ ലോകത്തിലെ ഇന്തോനേഷ്യക്കാരും പാകിസ്ഥാനികളും യുഎഇക്കാരും അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ബ്രിട്ടൻകാരും ഈ ലോകത്തിലെ സകല രാജ്യക്കാരും സകലമാന ഭൂവാസികളും സകല മതക്കാരും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എന്തൊക്കെ സിഖുകാരനും ജൈന മതക്കാരനും ആരൊക്കെ ഉണ്ടോ മനുഷ്യരായി അവരെല്ലാവരും കരയുന്ന ഒരു വലിയ ദിവസമാണ് യേശുവിന്റെ വരവിന്റെ ദിവസം. കൂട്ടക്കരച്ചിലായിരിക്കും. അന്ന് എല്ലാ ക്രിസ്ത്യാനി അന്നമ്മേനെയും ചിന്നമ്മേനെയും മത്തായിനെയും ജോയിനെയും കുഞ്ഞുമോനെയും കറിയാച്ചനെയും സിസ്റ്ററിനെയും വൈദികനെയും മെത്രാനെയും എല്ലാം ആശീർവദിച്ച് കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. അവർക്ക് നല്ല കമ്പസാരം നടത്തി അവരെ ഒന്നോടെ ഒന്ന് ഒരുക്കി സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തു സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ കറയോ കളങ്കോ ഏശാതെ ലോകത്തിൻ്റെതൊന്നും ഏശാതെ കാത്തു സൂക്ഷിക്കപ്പെടുന്നവരെ കൊണ്ടുപോകാനാ യേശു വരുന്നേ. അത് ഏത് കാറ്റഗറിയാണോ, ഏത് ഗണത്തിൽപ്പെട്ടതാണോ, ഏത് സഭയിൽപ്പെട്ടതാണെന്നൊന്നും പറയാനേ പറ്റത്തില്ല. ചേട്ടൻ തിടുവീർപ്പെട്ടു. ചേട്ടാ, ഇതാ സത്യം, ബാക്കിയെല്ലാം നുണയാ. ഇതാ ബൈബിൾ പറയുന്ന ആകെ സത്യം. നിങ്ങൾ കേട്ട്, ഈശോ പറയാണ്, ഇതാ ഞാൻ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഞാൻ വേഗത്തിൽ നിങ്ങളുടെ അടുക്കലെത്തും. മത്തായിയുടെ സുവിശേഷം 24 ഈശോ പറയുന്ന ഒരു കാര്യമാണ്, ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കഴിഞ്ഞാൽ എന്റെ വരവ് വേഗത്തിലാകും. അങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ച് മാത്രമുള്ള ഒരു സെക്ഷനാണ് ഈ വാഗ്ദത്ത പേടകം എന്ന ഈ സെക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ 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 പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വായിച്ച ബ്രദറായിട്ട് വായിച്ചേ. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ ശിരസ്സ് ഉയർത്തി നിൽക്കുക. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ തല ഉയർത്തി പിടിക്കണം. എന്തിനാ തല ഉയർത്തുന്നേ? യേശു വരാറായോ. ഇതെല്ലാം കാണുമ്പോ ചിന്തിക്കണം, എന്റെ യേശു വരാറായോ, യേശു വരാറായോ, യേശു വരാറായോ. വായിച്ചേ. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു 34 വാക്യത്തിലേക്ക് വന്നേ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ശ്രദ്ധിച്ചു കേട്ടെ. ഈ കാലത്തിന്റെ മറ്റൊരു പ്രത്യേകത, പല ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2-3 ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കുക. എന്താണ് ഈശോ പറയുന്നത്? സുഖലോലപത. ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുക, തിന്നുക, കുടിക്കുക, മെഴുത്ത് തിന്നുക, എല്ലാം ഈ ശരീരത്തിനെ അങ്ങ് കൊഴുപ്പിക്കുക. സൗന്ദര്യവൽക്കരണം അങ്ങനെ, വസ്ത്രവൽക്കരണം അങ്ങനെ, തീറ്റ എന്താ പറയാ, നല്ല അടിപൊളി ആഹാരം ഉണ്ടാക്കുക, നല്ല വേഷമായിട്ട് തിന്നുക, കുടിക്കുക, ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു 50 വർഷം മുമ്പ് കട്ടൻ കപ്പയെല്ലാം തിന്ന് ജീവിക്കായിരുന്നു, ഒരു പരാതിയില്ല, അല്ലേ ചേട്ടാ? ചേട്ടാ ചിരിക്കുന്നു. എരുമേനെയും കറന്നേ ഇച്ചിരി ചായയും തിളപ്പിച്ച് ഉള്ള കട്ടൻ കപ്പയെല്ലാം തിന്ന് ഏമ്പക്കം വിട്ട് ജീവിക്കുന്ന നല്ല സന്തോഷമുള്ള ജീവിതം. അന്ന് ഇതുപോലെ ഡൈവേഴ്സ് ഉണ്ട് ചേട്ടാ? ഉണ്ടോ? ചേട്ടന്റെ പേരെന്നാ? സേവ്യരേട്ടൻ. സേവ്യരേട്ടന്റെ കാലത്തൊന്നും ഡൈവേഴ്സ് ഒന്നുമില്ല. സുഖലോലപതയുടെ വേറൊരു പതിപ്പാണ്. സുഖം ഇച്ചിരി കുറഞ്ഞാൽ അവളെ വേണ്ട, അവനെ വേണ്ട. ഒരു പെണ്ണെന്നെ വിളിച്ചിട്ട് പറയാണ്, ന്യൂസിലാൻഡിൽ എന്തോന്ന് ആൻഡ് എല്ലാം കട്ടയും പടയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ ഭർത്താവിന് ഇപ്പൊ എന്നെ വേണ്ട പോലും. എന്നെ പറ്റി? ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് ക്ഷീണിച്ചു, പഴയതുപോലെ എനിക്ക് സൗന്ദര്യമില്ല. കണ്ടോ? പണ്ടൊക്കെ എന്നാ ചേട്ടന്റെ പേര് പറഞ്ഞേ? സേവ്യരേട്ടന്റെ കാലത്തെ ചിന്നമ്മച്ചേടത്തേക്ക് മുഖമൊക്കെ വാടിക്കഴിഞ്ഞാ, എന്നാടി വാടിയ, സാരമില്ലടി, സേവ്യർ നിന്റെ കൂടെ ഇല്ലേടി എന്ന് പറയുമായിരുന്നില്ലേ സേവ്യരേട്ടാ? കണ്ടോ? ഇന്നങ്ങനെയല്ല. ഇന്ന് വേറെ പെണ്ണിനെ ഉടനെ ചാറ്റിങ് ചീറ്റിംഗ് ഒക്കെ ആയി
ഉടനെ ലിങ്ക് ഇട്ടു, ഉടനെ റിട്ടേൺ വന്നു, ഭയങ്കര സംഭവമായി, അങ്ങ് സെറ്റായി. ഇപ്പൊ ഭാര്യനെ വേണ്ടെന്നാ പറയുന്നേ. അപ്പൊ ഞാൻ ചോദിച്ച, മോളെ നിനക്ക് മക്കളില്ലേ? മക്കള് 2 ഉണ്ട് വെറുതെ. അപ്പൊ അതോ? അത് നീ എടുത്തോളാനാ പറയുന്നത്. ചിരിക്കേണ്ട, നിങ്ങളിൽ പലരുടെയും മക്കളും ഇതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നവർ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് കാലത്തിന്റെ പ്രത്യേകതയാണ്. അടുത്ത് പറയാണ് സുഖലോലപത, മദ്യാസക്തി. ഇന്ന് മദ്യമില്ലാത്ത ഏതെങ്കിലും ക്രിസ്മസ് ഉണ്ടോ? എല്ലാവരും കുമ്പസാരിച്ചില്ലേ? എന്നാ ക്രിസ്മസ് എന്നാ? നാളെ കഴിഞ്ഞ്. നാളെ എന്താ? വ്യാഴം. നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴം അല്ലെ? വ്യാഴാഴ്ച കുമ്പസാരിച്ച പലരും എത്ര കുപ്പി അടിക്കുമെന്ന് ആ കുപ്പിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ നമ്മളെ മറ്റേ ചേട്ടൻ പിന്നെയും ചിരിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു സാധാരണ ഫാഷനായിന്ന്, ഒരു സാധാരണ സംഭവമല്ലേ? മദ്യം കഴിക്കുക, വ്യഭിചരിക്കുക, അതൊക്കെ സാധാരണ നോർമലായി, സാധാരണ പോലെ ആയി പോയി. കാരണം ഈ ലോകത്തിന്റെ ദേവനായ പിശാച് ദൈവമക്കളുടെ കണ്ണിനെ കുരുടാക്കി കളയുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ചേ. ജീവിത സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. നിങ്ങളെ ഈ പള്ളിയിൽ ഇത്രയും പേരേ ഉള്ളോ? ഈ പള്ളിയിൽ ഇത്രയും പേരേ ഉള്ളോ? ഞാൻ പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വണ്ടി ഉണ്ടാവുന്ന, ഞാൻ വണ്ടിക്ക് പൊക്കോളാം, നിങ്ങൾ എന്നെ തല്ലൊന്നും വേണ്ട. തല്ലാൻ എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പള്ളിയിൽ ഇത്രയും പേരല്ല. ഈ പള്ളിയിൽ ഈ ബെഞ്ചും ഡെസ്കൊക്കെ കണ്ടാ അറിയാം, ഒരുപാട് പേരുണ്ട്. അവരെന്തിയെ? അവർ വളരെ തിരക്കിലാന്നേ. അവർക്ക് കൊച്ചുങ്ങളുണ്ട്, സ്കൂൾ വിട്ട് വരുമ്പോ നോക്കണ്ടേ, അവർക്ക് ബിസിനസ് ഉണ്ട്, ചേട്ടൻ വരുമ്പോ ചൂടുവെള്ളം വേണ്ടേ. ജീവിത വ്യഗ്രതയ്ക്കകത്ത് അവർ പൂണ്ടുകിടക്കുകയാണ്. ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. ഒരു 30 വർഷം മുമ്പ്, എന്നാ ചേട്ടന്റെ പേര്? കരയച്ചേട്ടനോ? സേവരേട്ടാ. ഒരു 30-40 വർഷം മുമ്പ് സുവിശേഷം നടക്കുന്ന പള്ളിയിൽ നിറച്ചു ആളില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ കാര്യം? ഇത് യേശുവിന്റെ വരവായി. ഇനി ഇത് കൊഴിഞ്ഞോണ്ടിരിക്കും. ഇപ്പോ ഇത്രയും പേരുണ്ടല്ലോ, ഇനി ഇതിൽ എണ്ണത്തിൽ കൊഴിയും. കാരണം എന്നറിയാവോ? യേശു പറഞ്ഞതാണ്, അനേകർ എന്റെ അടുക്കൽ വരാൻ വേണ്ടി പരിശ്രമിക്കും, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചിലർ മാത്രം രക്ഷ പ്രാപിക്കും. ചിലര് മാത്രം. അനേകർ വരാൻ വേണ്ടി പരിശ്രമിക്കും. എങ്ങോട്ട് വരാൻ? സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി. ഈ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആരാ അനേകര് പരിശ്രമിക്കുന്നത്? ക്രിസ്ത്യാനികളായ കുറെ നമ്മളും, പിന്നെ കുറെ പെന്തക്കോസ്തക്കാരോ വേറെ എന്തൊക്കെയോ സഭയുണ്ടല്ലോ, അവരെല്ലാം കൂടെ കൂടി കുറെ പരിശ്രമം നടത്തും. എന്നിട്ട് യേശു പറയണ കുറച്ചു പേര് മാത്രം സ്വർഗത്തിൽ കയറും, ബാക്കിയെല്ലാം വേസ്റ്റ്. വേറൊരിക്കൽ യേശു പറയാണ്, മനുഷ്യപുത്രൻ ഭൂമിയിൽ 2ാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. പള്ളിയുണ്ട്, പെരുന്നാളുണ്ട്, കോഴിവെട്ടുണ്ട്, എല്ലാവിധ പെരുന്നാളും നടക്കുമെന്ന്. പക്ഷേ സത്യവിശ്വാസം എന്താ? സത്യവിശ്വാസം സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രഘോഷണം നിന്നുപോകും. ലോകരാജ്യത്തെ കുറിച്ചുള്ള പ്രഘോഷണം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയിൽ കുടുങ്ങി നിങ്ങളെ കുടുക്കും പിശാച്, കുടുക്കും. അതാണ് അവന്റെ ബലം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനോ അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. എന്നാൽ സാത്താൻ വന്നതോ, അവൻ മോഷ്ടിക്കാൻ, നശിപ്പിക്കാൻ, കൊല്ലാനാണ് വന്നിരിക്കുന്നത്. അവൻ നിങ്ങളിൽ പലതിനെയും മോഷ്ടിക്കുക. എന്താ മോഷ്ടിക്കുന്നത്? നിന്റെ വീട്ടിലെ ചെരുപ്പോ നിന്റെ 2 പേരെ വീടൊന്നും അവന് വേണ്ട, അതൊന്നും അവൻ മോഷ്ടിക്കില്ല. പിന്നെ എന്നാ മോഷ്ടിക്കുന്നതെന്ന് അറിയാവോ? നിന്റെ ആത്മാവിനെ മോഷ്ടിക്കും. അത് ദൈവഛായയിൽ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിന്റെ ഛായ ആത്മാവാണ്. ആ ഛായയിൽ ഈ ബോഡിക്കകത്ത് ദൈവമാണ് നിന്റെ ഉള്ളിലെ ആത്മാവിനെ ആക്കി വെച്ച് അതിനെ മോഷ്ടിക്കും. പിന്നെ ഈശോ പറയാണ്, പിന്നെ നശിപ്പിക്കും. എന്താ നശിപ്പിക്കുന്നത്? നീയും ദൈവമായിട്ടുള്ള ബന്ധം നശിപ്പിക്കും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ യൂദാസിന്റെ ജീവിതത്തിൽ ഇത് 3 കാര്യം സാത്താൻ ചെയ്തു. 3ാമത്തെ കാര്യം ഈശോ പറയാണ്, അവൻ നിങ്ങളെ കൊല്ലും. യൂദാസിന്റെ ജീവിതത്തിൽ 3 കാര്യം സംഭവിച്ചു.
അപ്പോസ്തല പ്രവൃത്തി 1:25 യൂദാസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: താൻ വെച്ചേച്ചു പോയ അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷ പദവിയും ആർക്ക് ലഭിക്കണമെന്നോർത്ത് അവർ ചീട്ടിട്ടു. അത് മത്യാസിന് ചീട്ട് വീണു. യൂദാസിന്റെ അപ്പോസ്തല സ്ഥാനം സാത്താൻ മോഷ്ടിച്ചു. കോടികൾ വിലയുള്ളതാണത്, വിലമതിക്കാൻ പറ്റാത്തതാണ് ശുശ്രൂഷ പദവി, അത് മോഷ്ടിച്ചു. പിന്നെ നശിപ്പിച്ചെന്താ? യേശുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് യൂദാസ് യേശുവിനെ ചുംബിച്ചപ്പോൾ ചോദിച്ചു, യൂദാസേ, നീ എന്നെ ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുന്നത്? അതാ ബന്ധം, അതാണ് നശിപ്പിച്ചത്. മൂന്നാമത്, യൂദാസിനെ ഒരു കയറിന്റെ കഷ്ണത്തിൽ കെട്ടിത്തൂങ്ങി കൊല്ലാൻ സാത്താൻ ഇടയാക്കി. ഇത് കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ് യോഹന്നാൻ 13:27. അയോഗ്യമായി അപ്പം ഭക്ഷിച്ചതിനെ തുടർന്ന് സാത്താൻ യൂദാസിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ഈശോ പറയാണ്, യൂദാസ്, നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്തു കൊള്ളുക. അപ്പോൾ സാത്താൻ യൂദാസിനെ യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ചിന്തയിലൂടെ കൊണ്ടുപോയി നശിപ്പിച്ചു, തകർത്തു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ്. എന്റെ പ്രിയമുള്ളവരെ, സുഖലോലപത ബ്രദർ വായിച്ചു നിർത്തിക്ക്. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രതയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ വരവിനെ കുറിച്ച് സുബോധമുള്ളവരായിരിക്കണം. ബ്രദർ വായിച്ച്, ആ വചനം വായിച്ച്. ലൂക്ക 21:36. ഹല്ലേലൂയ. വായ തുറന്ന് പറഞ്ഞേ. ഇത് ചിലപ്പോ പിന്നെ പറയാൻ അവസരം കിട്ടിയെന്ന് വരില്ല. ഒരാള്, ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞ പുള്ളിയോട്, എന്നാ വിശേഷം, എന്നാ പറ്റി, തളർന്നുപോയി, സൈഡ് തളർന്നുപോയി. വേറൊരാളോട് സംസാരിച്ച പുള്ളിയുടെ വായില് ക്യാൻസറാ. അപ്പൊ എപ്പോഴും കിട്ടിയെന്ന് വരില്ല ഈ ശബ്ദം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ച ബ്രദറെ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ശ്രദ്ധിച്ചോണം. ജീവിതത്തില്, വിശ്വാസ ജീവിതത്തില് നീ ശ്രദ്ധിച്ചോണം, ശ്രദ്ധ വെച്ച് ജീവിച്ചോണം. ഇല്ല, തെറ്റുപറ്റും, മറ്റവ കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. അടുത്തത്, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടണം. അതാണ് ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം. കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നിട്ടോ, മനുഷ്യപുത്രന്റെ മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. തോന്നിയതുപോലെ ഇനി ജീവിക്കരുത്. ഹല്ലേലൂയ. 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 എല്ലാവരും നെറ്റിയിൽ പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. 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 എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. 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 ഈ ക്രിസ്തുമസ് ദിനത്തിലേക്ക് ഒരു നല്ല കുമ്പസാരം, നല്ല ഒരുക്കമുള്ള ജീവിതം, ഈശോയുമായിട്ട് നല്ലൊരു ബന്ധം, മരണത്തോളം വിട്ടുപിരിയാത്തൊരു ബന്ധം നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ. ശക്തിയോട് സ്തുതിച്ചേ. ഹല്ലേലൂയ. 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 ഈശോയേ, വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോ, ഈശോ,
സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ.